ഹായ് കൂട്ടുകാരെ, സൺഡേ ഒക്കെ ആയിട്ട് എന്താ എല്ലാവരുടെയും പരിപാടി? ഇന്ന് എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലുവിൻ്റെ ഹെയർ കട്ട്. കുറേ ദിവസമായി ഞാൻ പിന്നെ സ്കൂളൊക്കെ അടച്ചതിന് ശേഷം ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അത്ര പാടൊന്നും ഇല്ലെങ്കിലും ഉള്ളത് കുറച്ചും കൂടി കട്ട് ചെയ്യണം. പിന്നെ എനിക്കൊന്ന് പിരിയൊക്കെ ത്രെഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഏതായാലും ബ്യൂട്ടി പാർലർ വരെ പോവുകയാണല്ലോ, അപ്പോൾ പിന്നെ അതും കൂടി അങ്ങ് നടക്കട്ടെ എന്ന് കരുതി. അവൾക്ക് മുടിയൊക്കെ വെട്ടാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേങ്കിൽ ഒരു പേടിയുണ്ടായിരുന്നു, അമ്മയെ കഴിഞ്ഞ തവണത്തെ പോലെ നല്ലോണം കട്ട് ചെയ്യില്ലേ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ചൂടൊക്കെയല്ലേ, കുറച്ച് കട്ട് ചെയ്തോന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ. കണ്ടോ, നല്ല നല്ല ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു കുളിക്കേ ഉള്ളൂ, എനിക്കറിയാം. പിന്നെ മുടി പഴയ അവസ്ഥയിൽ തന്നെ ആവും. അപ്പോൾ അവൾ ഹാപ്പി ആയിരുന്നു, അവൾക്കും നല്ല സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. കാണുമ്പം നല്ല ഹാപ്പി ആയിട്ട് തന്നെ ആയിരുന്നു ഇരുന്നത്. അങ്ങനെ മുടി കുറേ പോയൊന്നും അങ്ങനെ പറഞ്ഞൊന്നുമില്ല. കാരണം അല്ലെങ്കിൽ അവൾ പരാതി പറയാൻ നല്ല മിടുക്കത്തിയാണ്. പക്ഷേങ്കിൽ ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ ഭയങ്കര ചൂടായതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ട്രാവൽ ചെയ്തേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, അരമണിക്കൂർ അങ്ങനെ ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അത്രയും വെയിലത്ത് നമ്മൾ പോയതല്ലേ, അങ്ങനെ മൊത്തം ക്ഷീണമായിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു ഇവിടെ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ. ജ്യൂസോ ഷേക്കോ എന്തൊക്കെയോ, ആർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അല്ലു ആദ്യം ജ്യൂസ് പറഞ്ഞ അല്ലു ഇവിടെ എത്തിയപ്പോൾ ഐസ്ക്രീം ആക്കി. അതെനിക്ക് ഉറപ്പായിരുന്നു, അവൾ ഐസ്ക്രീം വിട്ട് ഒരു കളിയുമില്ല. അതും സ്ട്രോബെറി ഐസ്ക്രീം തന്നെയാണ് അവൾ അധികവും പറയാറ്. പിന്നെ പ്രേമ അവക്കാഡോ ഷേക്കാണ് പറഞ്ഞത്. അത് എൻ്റെ അടുത്ത് കൊണ്ടുവച്ചുകൊണ്ട് ഞാനങ്ങ് നീക്കി കൊടുത്തു. എനിക്കിത് അത്ര ഇഷ്ടമല്ല. നല്ല ഹെൽത്തി ആണ് അവക്കാഡോ, പക്ഷേ എനിക്കതത്ര ഇഷ്ടമല്ല. ഞാൻ മൊയ്റ്റോ ആണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ മൊയ്റ്റോയും കാത്ത് ഞാനിരിക്കുകയാണ്. ഇവർ രണ്ടാളും വന്ന് കഴിക്കാൻ തുടങ്ങി. ഇവരത് പകുതിയായി. പ്രേമിൻ്റെത് തീർന്നപ്പോഴാണ് എൻ്റെ എത്തിയത്. അല്ലു പിന്നെ സ്ലോ ആയിട്ടാണ് കഴിക്കാറ്. കണ്ടോ, സ്റ്റിൽ ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ മൊയ്റ്റോ. അപ്പോൾ ഞാനത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫൈനലി എനിക്കത് കിട്ടി. കണ്ടോ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്മൈലിയാണ് ഉദ്ദേശിച്ചത്. അത് കാണുമ്പം തന്നെ മനസ്സിനൊരു കുളിർമ. ആ ഒരു ചൂടിന് നമ്മൾ വന്ന് കയറി ഇത് കുടിക്കുമ്പോൾ ഉള്ളൊരു ആശ്വാസം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയല്ലേ. അങ്ങനെ ഞാനും ആസ്വദിച്ച് കുടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പ്രേമിൻ്റെത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലുവിൻ്റെതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലുവിൻ്റെ കഴിഞ്ഞിട്ടില്ല, അല്ലുവിൻ്റെത് മുക്കാഭാഗവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇത് കണ്ടപ്പോൾ അവൾക്കൊരാഗ്രഹം വന്നിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ കുറേ കുടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മതി മതി, ഇനി ഇതെൻ്റെയാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനും അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണേ. ഞാൻ സാധാരണ ഓരോ ഫ്ലേവർ പരീക്ഷിക്കാറുണ്ട്. പിന്നെ മൊയ്റ്റോയിൽ മാത്രം പരീക്ഷിക്കാറുണ്ട്. ബാക്കി ഏത് സമയം പോയി കഴിഞ്ഞാലും ഒന്നിക്കിൽ ഞാൻ ഇളനീർ ഷേക്കാണ് പറയുക. അധികവും ഞാൻ ഇളനീർ ഷേക്കാണ് മേടിക്കാറ്. പിന്നെ ഇന്നിതാക്കി. അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ ഗ്രീൻ ആപ്പിൾ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇന്ന് ഞാൻ ഫാഷൻ ഫ്രൂട്ടിൻ്റെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളൊരു വാട്ടർമെലൻ്റെ ജ്യൂസ് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് കേട്ടോ, പാഴ്സൽ. അത് അമ്മക്കാണേ. പിന്നെ നമ്മളിതാ പോവുകയാണേ വീട്ടിലേക്ക്. കണ്ടോ, വെയിൽ കണ്ടോ, നമുക്ക് പുറത്ത് നോക്കാൻ പറ്റില്ല, അത്രയും വെയിലാണ്. എന്നാലും ഞാൻ എടുത്തു. ആ മേഘം കണ്ടോ, അതിന് ഒരു മുയലിൻ്റെ ഒരു ഷേപ്പ് പോലെ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഞാനിത് എടുക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഷേപ്പായിരുന്നു മനസ്സിൽ വന്നത്. പിന്നെ വീട്ടിലെത്തി വാഴയിലൊക്കെ വെട്ടി. പിന്നെ നമ്മൾ പാഴ്സൽ മേടിച്ച ബിരിയാണിയും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന അച്ചാറും പപ്പടത്തിൻ്റെ പകുതിയെ ഞാൻ എടുത്തുള്ളൂ കേട്ടോ, എനിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.